ഇന്ന് RBIയുടെ ഡിസിഷൻസ് വന്നു. റിപ്പോ റേറ്റ് സ്റ്റഡിയാണ് 5.25 ന്യൂട്രൽ സ്റ്റാൻഡാണ്. GDP ഫിനാൻഷ്യൽ ഇയർ 6.6 താത്തിയിട്ടുണ്ട്. 6.9 നിന്ന് പ്രഡിക്ഷൻ. 2027 ഇൻഫ്ലേഷൻ റേറ്റ് 5.1 കൂട്ടിയിരിക്കുന്നു. ഒറിജിനലി 4.6% ഇത് ഇതിനകത്ത് മെയിൻ ഫാക്ടേഴ്സ് വന്നിരിക്കുന്നത് ക്രൂഡ് പ്രൈസ് 95 to 110 റേഞ്ചിൽ, പിന്നെ എൽനീനോയുടെ ക്ലൈമാറ്റിക് എഫക്റ്റ്, പിന്നെ കറൻസിയുടെ റേറ്റ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു മീഡിയം ടൈമിൽ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിലുള്ള ഒരു റിസ്ക് എടുക്കുകയും മീഡിയം ലോങ് ടൈമിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന എക്കണോമി ആണ് RBIയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമെന്ന് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത തവണ കൂട്ടേണ്ടി വരും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ കോർപ്പറേറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു സ്ക്യൂസ് ഉണ്ടാവും. റീറ്റെയിൽ സ്ട്രാറ്റജി എന്തായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൈസ് റൈസ് കസ്റ്റമേഴ്സിലേക്ക് മാറ്റാവുന്ന സ്റ്റോക്കുകളെ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. PE റേഷ്യോ കറക്ഷൻ വരും, അതുപോലെ തന്നെ സ്റ്റോക്കിനും കറക്ഷൻ വരാനാണ് സാധ്യത. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ക്യാഷ് ഫ്ലോ ഉള്ളത് എടുക്കണം. അതേപോലെ തന്നെ പെഗ് റേഷ്യോ, അതായത് ഗ്രോത്ത് നല്ല വാല്യുവേഷനിലുള്ളത് എടുക്കണം, അതായത് 1 താഴെയുള്ളത്. പിന്നെ സെക്ടർ റൊട്ടേഷൻ ഉണ്ടാവാം, അതായത് ഓട്ടോ, റിയൽ എസ്റ്റേറ്റ്, ക്യാപിറ്റൽ ഗുഡ്സ് ഇതെല്ലാം താഴേക്ക് പോകാനും FMCG, FMCG, ഫാർമ, IT മുകളിലേക്ക് വരാനാണ് സാധ്യത. ലോങ് ടൈമിൽ, അതായത് ഒരു 2 years പ്ലസ്, ഞാനിവിടെ ലോങ് ടൈം എന്ന് പറയുന്ന സാധാരണ ഡെഫിനേഷനിലല്ല, ലോങ് ടൈമിൽ 2 years പ്ലസിനകത്ത് ഇതൊരു സ്ട്രെങ്ത് തരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് RBI നിന്ന് വരിക. അപ്പോൾ നല്ല വാല്യുവേഷനിൽ ഡിപ്പിൽ കിട്ടുമ്പോൾ നല്ല ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക. അത് SIP രീതിയിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അത് അക്യുമുലേറ്റ് ചെയ്യാം. ഡിപ്പ് വരുമ്പോൾ അതിനകത്തുനിന്ന് ചൂസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സിവിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ കീഴിലായിരിക്കട്ടെ. വീക്കെൻഡിൽ സ്റ്റാർട്ട് ചെയ്യുക കുറിച്ചുള്ള ഒരു ടോക്ക് ഉണ്ടാവും. താങ്ക് യു.